നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. 400 കടക്കുമെന്ന ആത്മവിശ്വാസത്തോടെ NDA മുന്നണിയായി മത്സരിക്കുകയും ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി പൂർത്തീകരിക്കാൻ ജനങ്ങൾ അനുവദിക്കുകയും ചെയ്യും എന്ന ഉറപ്പിൽ BJP വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ഏതാണ്ട് ഉറപ്പായ പോലെ തന്നെയായിരുന്നു കാര്യങ്ങൾ. മറുവശത്ത് ചൂണ്ടിക്കാണിക്കാൻ ശക്തമായ ഒരു പ്രതിപക്ഷമില്ല എന്ന് നമുക്കേവർക്കും അറിയാം. അത് ശരിവെക്കുന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങളും. ഇപ്പോൾ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരം BJP വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ഉറപ്പ് തന്നെയാണ്. ഇനി എക്സിറ്റ് പോൾ ഫലങ്ങൾ അല്ലെങ്കിൽ തന്നെ BJP അധികാരത്തിലെത്തുമെന്നും ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ഏതായാലും ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട്, ഇത്തവണ കേരളത്തിലടക്കം വലിയ മാറ്റങ്ങൾ വരുമെന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ പറയുന്നത്. എക്സിറ്റ് പോൾ പറയുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രത്യേകിച്ച് BJPക്ക് വലിയ മേൽക്കോയ്മ ഉണ്ടാകുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു. വോട്ടിന്റെ പെർസെൻറ്റേജ് അടക്കം കൂടും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ 2% വോട്ട് മാത്രമാണ് CPM-മായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 2% കുറവ് മാത്രമാണ് BJPക്ക് ഉണ്ടാവുക എന്നാണ് പുറത്തു വരുന്ന ഫലങ്ങളിൽ നിന്ന്, എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏതായാലും കേരളത്തിലടക്കം വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പുറത്തു വന്നതോടുകൂടി വലിയ അങ്കലാപ്പിലാണ് CPM അടക്കമുള്ളവർ. CPM-ഉം കോൺഗ്രസും ഒക്കെ എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളിക്കളയുന്നുണ്ട്. എന്നാലും ഇപ്പോൾ വലിയ ആശങ്കയിൽ തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി ചിഹ്നം നഷ്ടപ്പെടാൻ പോകുന്ന CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ AK ബാലൻ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു. ഏതായാലും അതുപോലെയുള്ള ഒരു സാഹചര്യമാണ് ഒരുങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും 2 ദിവസത്തിനകം തിരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ CPM തന്നെ അപ്രസക്തമാകുമെന്ന് പറയുന്നവരും ഇല്ലാതെയില്ല. CPM-ന്റെ ചിഹ്നം നഷ്ടപ്പെടുകയും CPM അപ്രത്യക്ഷമാവുകയും ചെയ്യാൻ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അതിന് മുന്നൊരുക്കമുണ്ടാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നതിൽ സംശയമേ ഇല്ല. ഏതായാലും നരേന്ദ്രമോദിയും BJP-യും വീണ്ടും അധികാരത്തിൽ തന്നെ വരുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. അതിൽ മാറ്റം വരാൻ യാതൊരു സാധ്യതയുമില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് മാത്രമാണ് ആ കാര്യത്തിലൊരു മൗനമോ അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളിക്കളയുന്നു എന്നൊക്കെ അവർ പറയുന്നു. പക്ഷേ 2 ദിവസത്തിനകം തെരഞ്ഞെടുപ്പിന്റെ ഒരു പൂർണ്ണ ചിത്രം, അതിൻ്റെ ഫലം വരുമ്പോൾ, പൂർണ്ണ ചിത്രം തെളിയുമ്പോൾ ഇതിനെ ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം.